ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കൊച്ചി വരെ പോവാണ്. അപ്പോൾ ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ വരും. ഒരു ഫോർട്ട് കൊച്ചിയിലാണ് എക്സ്പ്ലോറേഷൻ പോകുന്നത്. ഒരു വർക്കിൻ്റെ കാര്യമായിട്ട് പോകുന്നതാണ്. അതിൻ്റെ കൂടെ ഞാൻ തന്നെ ഫോർട്ട് കൊച്ചി പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ഏരിയയും കൂടെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട്. സോ ഇന്നത്തെ വ്ളോഗ് ഫോർട്ട് കൊച്ചിയിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ 5:15 വീട്ടിൽ നിന്ന് ഇറങ്ങണം. കുറച്ച് ലേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ സ്കിൻ പ്രപ്പൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇനി പോയി കഴിച്ചിട്ട് വേണം ബാക്കി സ്കിൻ കെയറും മേക്കപ്പൊക്കെ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. സോ നമുക്ക് വൈകാതെ ഇറങ്ങാം. ഓക്കെ, എൻ്റെ ഉണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഓക്കെ, അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എനിക്കറിയില്ല ക്യാമറ കറക്റ്റായിട്ടാണോ ഇരിക്കുന്നല്ലോ, എനിക്കറിയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓ ഷിറ്റ്, ലോഡ് ഓഫ് തിങ്സ് ടു ക്യാരി. 2-3 കാര്യം ബാഗിൻ്റെ അകത്ത് ക്യാരി ചെയ്യാനുണ്ട് ഗൈസ്. അമ്മ ഇതൊക്കെ ഭയങ്കര എൻ്റെ കയ്യിൽ. അവൻ്റെ ആ ചാർജറും കൂടെ വെച്ച് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ നിന്നൊക്കെ ചുമക്കണമെന്ന് വെച്ച്. ഓക്കെ, അമ്മ ഹെൽമെറ്റ് എല്ലാം എടുത്ത്. അങ്ങനെ നമുക്ക് ട്രെയിൻ കിട്ടിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ട്രെയിൻ മിസ്സാവുമെന്ന്, പക്ഷെ മിസ്സായില്ല. താങ്ക് ഗോഡ്. എൻ്റെ കൂടെ വന്നവൻ എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നീ കാരണമാണ് ലേറ്റായെന്ന് പറഞ്ഞിട്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ട്രെയിൻ കറക്റ്റായിട്ട് എത്തി. ട്രെയിൻ എടുക്കുന്നില്ല. 5:55 എന്ന് പറഞ്ഞിട്ട് 5:55 ട്രെയിന്. 5:45 നമ്മൾ ട്രെയിനിൽ കയറി. വലിയ കാര്യം. സോ നോക്കട്ടെ. രാവിലെ 5:55 ജനശതാബ്ദി ട്രെയിനിലാണ് ഞാൻ പോകുന്നത്. ഞാനൊരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിരിക്കുകയാണ്. അപ്പുറത്തുള്ളൊരു ഏകദേശം ഒരാൾ ഇവിടെ ഒരു തൊപ്പിയൊക്കെ വെച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്, വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പുറത്ത് ഒരാൾ മാസ്ക് വെച്ച് കിടന്ന് ഉറങ്ങിയിട്ടിരിക്കുകയാണ്. ഞാനൊരു ഉറക്കം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഒരു മണിക്കൂർ കിടന്നങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കിയ കുറച്ച് തെരളി ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ബുക്കൊക്കെ വായിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചി എത്തിയിരിക്കുകയാണ്. മെട്രോ കയറി ഇനി മഹാരാജാസിൻ്റെ അവിടെ ഇറങ്ങണം. മെട്രോ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. യെസ്, മെട്രോ എത്തി. നമ്മളിനി ഇവിടെ നിന്ന് ആ സ്ഥലത്തിൻ്റെ പേരെന്താ, മഹാരാജാസ് ഇറങ്ങാൻ പോവാണ്. അവിടെ നിന്ന് ഹൈക്കോടതിയിലോട്ട് പോകും. The metro system is under CCTV surveillance. രാജാസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഹൈക്കോടതിയിലോട്ട് പോകണം. ഇവിടെ ഭയങ്കര ചൂട്. തിരുവനന്തപുരത്തേക്കാൾ നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ പറ്റുന്നില്ല. മെട്രോ കയറിയപ്പോഴും ഒരു ആശ്വാസമായിരുന്നു. ഒരോട്ടോ കിട്ടി ഗൈസ്. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. എൻ്റെ ഫ്രണ്ട് ക്യാമറ അത്ര ക്വാളിറ്റി ഇല്ല, ബാക്ക് ക്യാമറയ്ക്കാണ് കുറച്ചും കൂടെ ക്വാളിറ്റി ഇല്ല. നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറാൻ പോവാണ്. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
വീട്ടിൽ ചെല്ലുമ്പോ അറിയാം. അതൊക്കെ അങ്ങനെയുള്ളൂ. കേട്ട് കേട്ട് ജീവിതകാലം മൊത്തം സുഖി. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തിയിരിക്കുകയാണ്. ഒരു സ്ട്രീറ്റ് പോലത്തെ സ്ഥലമാണ്. ഞാൻ മുന്നേ ഫോർട്ട് കൊച്ചി വന്നിട്ടില്ല. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് ആക്ച്വലി തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ വർക്കല കോവളം ഒക്കെ പോകുന്ന പോലത്തെ ഒരു വൈബാണ്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെയാണ്. ഇവിടെ നിന്നൊക്കെ ഞാൻ ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ടുണ്ട് ആൾക്കാർ. ബാക്ക്ഗ്രൗണ്ട് ആ ഒരു മഞ്ഞ ബിൽഡിങ് വെച്ചിട്ട്. പക്ഷെ ഞാൻ എടുത്തില്ല അവിടെ നിന്നൊരു ഫോട്ടോ, മിസ്സായിപ്പോയി. അതേപോലെ തന്നെ ഒരു നമ്മുടെ ടൂറിസ്റ്റ് സ്ഥലം പോലെ തന്നെ വർക്കല കോവളമൊക്കെ പോകണമെങ്കിൽ ഒരുപാട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പുറത്തും വിൽക്കാൻ വേണ്ടി വെച്ചേക്കില്ല. അതേപോലത്തെയൊക്കെ സാധനങ്ങളാണ് കൂടുതലും അവിടെ ഉണ്ടായിരുന്നത്. എനിക്കങ്ങനെ ഒരുപാട് സ്ഥലമൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. കുറച്ച് കണ്ടതിൽ വെച്ച് കുറച്ച് ഏരിയാസ് ഞാനിങ്ങനെ നടന്ന് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോയത്. പക്ഷെ പിന്നെ എനിക്ക് വിശന്നു. അപ്പോൾ ഒരു ബ്രഞ്ച് പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കഫേയിലോട്ട് പോവാണ്. കാശി ആർട്ട് കഫേ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മളൊരു ബ്രഞ്ച് പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ലഞ്ച് കഴിച്ചു. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി കഴിച്ചതാണ്. അവിടെ നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു കൊള്ളായിരുന്നു. അകത്തതിൻ്റെ ഈ ഒരു ആർട്ട് കഫേയുടെ ഉള്ളിൽ ഇതേപോലെ മരങ്ങളാണ്. അതായത് ഞാൻ ഇരുന്നിടത്തൊരു വാഴയൊക്കെ ഉണ്ട്. മഴ പെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതേപോലെ പ്ലാന്റ്സ് ഒക്കെ ഒരുപാടുള്ള ഒരു കഫേ ആയിരുന്നു. പഴയ രീതിയിൽ ഉണ്ടാക്കിയുള്ളൊരിതാണ്. ഞാൻ കഴിച്ച അതിൻ്റെ പേര് ജോൺ എബ്രഹാം ഓംലേറ്റ് അങ്ങനെ എന്തോ ആയിരുന്നു. ഒരു പട്ടിക്കുട്ടിയൊക്കെ വീടിൻ്റെ അല്ല ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരുപാട് ഹോട്ടൽസും കഫേസാണ് അവിടെ ആ ഒരു ഏരിയയിൽ കൂടുതലുള്ളത്. പിന്നെ ഇതാണ് ബിനാലെ നടക്കുന്ന ഒരു സ്ഥലം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നടന്ന് ഒരു ബീച്ചിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും ബീച്ച് വഴി നടന്ന് നമ്മൾ പാരഗണിലോട്ട് വന്നിട്ട് ചിക്കൻ സ്റ്റൂ, ചിക്കൻ കുറുമ, പൊറോട്ട, അപ്പം ഒക്കെ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് സ്വർഗം. കാരണം AC ഫുൾ ഇത്ര നേരം വെയിലത്ത് നടന്നിട്ട് പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഭയങ്കര തണുപ്പും AC ഒക്കെ. അതിൽ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് നമ്മൾ നേരെ പിന്നെയും വാട്ടർ മെട്രോ കയറി. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വാട്ടർ മെട്രോ കയറിയിട്ട് ഹൈക്കോർട്ടിലുള്ള വാട്ടർ മെട്രോയിൽ അവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് വൈപ്പിന് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ വ്യൂ ആണ് ഉള്ളൊരു ഇതുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ടോട്ടലി പറയുകയാണെങ്കിൽ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് വലിയ ഒരു സംഭവമായിട്ട് തോന്നും. അതേപോലെ തന്നെ എനിക്ക് നല്ലൊരു കാര്യമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ വാട്ടർ മെട്രോ ഒക്കെ കയറി ഇപ്പോൾ തിരിച്ച് എവിടെ നിന്നാണോ കയറി അവിടെ തന്നെ തിരിച്ചു വന്നു. നല്ല ചൂടുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തേക്കാളും ചൂടാണെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല. കാരണം ഞാൻ ചൂട് സമയത്ത് പുറത്തിറങ്ങാറില്ല കുറച്ച് ദിവസങ്ങളായിട്ട്. സോ ഐ ഡോണ്ട് നോ.
തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു. ജസ്റ്റ് ഒരു ദിവസത്തെ ഒരു ട്രിപ്പ് മാത്രമായിരുന്നു. ജസ്റ്റ് ഒരു ദിവസത്തെ ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുട പിടിച്ച് നടക്കുകയാണ്. തിരിച്ച് ഓട്ടോയിലാണ് തിരിച്ചു പോകുന്നത്. ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സുഭാഷ് പാർക്കിലോട്ട് പോവാണ്. അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരിക്കും. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും അവിടെ ഇനി അവിടെയൊക്കെ പോകുന്ന കൊള്ളാം. നല്ല രസമായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല. ഞാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഫോർട്ട് കൊച്ചി എന്നുള്ളതും ഫോർട്ട് കൊച്ചിയിൽ എങ്ങനെ വരണം എന്നൊക്കെ ഉള്ളതും. ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട്. ഞാനൊരു ഐസ്ക്രീം കഴിക്കാൻ പോവാം. ഷുഗർ കട്ട് മിസ്സാക്കില്ല, കാരണം ഞാൻ നോ ഷുഗറിൻ്റെയാണ് മേടിക്കുന്നത്. ഐസ്ക്രീം കമ്പനിക്കാർ ഇങ്ങനത്തെ ഓരോരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഗ്രേറ്റ് തിങ്, അപ്രീഷിയേറ്റഡ്. നോ ഷുഗർ എന്നൊക്കെ പറയാൻ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടോ ഞാൻ നോക്കട്ടെ. കാരണം ഭയങ്കര ചൂട്. എനിക്ക് തണുപ്പൊന്ന് വെള്ളം കുടിച്ചു, പക്ഷെ അത് പറ്റുന്നില്ല. പക്ഷെ ഭയങ്കരമായിട്ട് തണുപ്പൊന്ന് നിൽത്താൻ വേണ്ടിയിട്ടാണ് ഫ്രെയിം ഔട്ടാവുന്നത്. ഓക്കെ, തണുപ്പ് മാക്സിമം കഴിക്കാതിരിക്കാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല. അതൊരു ചൂട് കാരണമാണ്. ചൂട് കാരണം പറ്റുന്നില്ല. വിചാരിക്കും ഓരോരോ റീസൺ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയല്ല, പക്ഷെ പറ്റാത്തതുകൊണ്ടാണ് ചുമ്മാ വേർത്തോണ്ടിരിക്കുക. ഞാൻ ഐസ്ക്രീം മേടിച്ചു. ഐസ്ക്രീം പറഞ്ഞ ഇതൊന്ന് തിരിച്ചു തരുമോ എനിക്ക്? ഈ ടിഷ്യൂ എടുത്ത് തന്നാൽ മതി. ടിഷ്യൂ, ഓ സോറി. നോ ഷുഗർ മേഴ്സലീസിൻ്റെ ഇതിനകത്ത് നോ ആഡഡ് ഷുഗർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഹൈ ഫൈബർ, പ്രീബയോട്ടിക്, പ്രോബയോട്ടിക് കൾച്ചർ, നാച്ചുറലി സ്വീറ്റൻഡ് വിത്ത് മോങ് ഫ്രൂട്ട്, ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഫോർ ഗട്ട് സേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സുഭാഷ് ചന്ദ്രബോസ് പാർക്കിൽ നിന്ന് അവിടെ ഇരിക്കുകയായിരുന്നു കുറച്ച് നേരം. എനിക്ക് തോന്നുന്നൊരു മോർ ദാൻ 30 minutes ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, ഇവിടെ നമ്മളെ തിരുവനന്തപുരത്ത് മ്യൂസിയം പോലത്തൊരു പാർക്കാണ്. പക്ഷെ ഇതിന് തൊട്ടടുത്ത് ബീച്ചുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള കാറ്റടിക്കുന്നുണ്ട്. ഞാനിവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അയ്യോ, ഭയങ്കര റിലാക്സിങ് സംഭവമായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങുകയാണിപ്പോൾ. ഇനി ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് ട്രെയിൻ കയറുക, അടുത്ത ജനശതാബ്ദി കയറുക, തിരുവനന്തപുരം എത്തുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഫോർട്ട് കൊച്ചി വ്ളോഗ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മളെ ഫോർട്ട് കൊച്ചി കുറച്ചൊക്കെ കറങ്ങിയിട്ട് തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞാൻ വീടെത്തിയിരിക്കുകയാണ്. മണി 11 ആവാറായി. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഫോർട്ട് കൊച്ചി കാണാൻ പറ്റിയ, വാട്ടർ മെട്രോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ലൊരു സംഭവമായിരുന്നു. കുറച്ചും കൂടെ കാണാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതിന് ഞാൻ വേറൊരു ദിവസം പോകുന്നുണ്ടാവും. ഇതിന് വേണ്ടിയിട്ട് ഒരു ഏരിയ മാത്രം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ദിവസം പോകുന്നുണ്ടാവും. ഇന്ന് എനിക്കൊരു 1 day ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാനതിൽ പോയതാണ്. So that's it. I'm so grateful and I'm so happy that I got this day. അത്രേ ഉള്ളൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.